ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. തിരക്കിട്ട് രാവിലെ ജോലിക്ക് പോകുന്നവരും കൊച്ചു കുട്ടികളെയായിട്ട് കിച്ചണിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കബോർഡ്സിൽ തുണി ഒതുക്കി വെക്കുക എന്നുള്ളത് ഒരു വലിയ ജോലി തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതിൽ കുറേ ആളുകൾക്കൊക്കെ അറിയാവുന്ന ടിപ്സ് തന്നെയായിരിക്കും ഇത്. പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കിയാലോ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓഫീസിൽ പോകാൻ രാവിലെ തിരക്ക് പിടിച്ചിട്ട് കിച്ചണിൽ കയറുന്നവർക്കും കുട്ടികളെ സ്കൂളിൽ ധൃതിയിൽ വിടുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പുട്ടുകുറ്റിയിൽ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിലൊക്കെയല്ലേ. എന്നാൽ നമുക്ക് ആ ഒരു പുട്ടുകുറ്റിയിൽ ഒരു പുട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ പുട്ട് വേവിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രം ഉണ്ടാകും. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി തട്ടുണ്ടാവില്ലേ, അതിലേക്ക് നമ്മൾ കുഴച്ച പുട്ടിൻ്റെ പൊടി എടുത്ത് വെച്ചാൽ മതി. അത് ഗോതമ്പ് പുട്ടായിക്കോട്ടെ, റവ പുട്ടായിക്കോട്ടെ, അരിയുടെ ആയിക്കോട്ടെ, ഏത് പുട്ടായാലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. കട്ട പിടിക്കുകയോ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു പുട്ട് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാവർക്കും വേണ്ടിയുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ പുട്ട് കിട്ടിയതെന്ന്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ്, നമ്മുടെ കബോർഡിൽ തുണി എല്ലാം കൂടി വെക്കാൻ സ്പേസ് ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ചും ജീൻസ്. എന്നാൽ നമുക്ക് ജീൻസ് ഈസിയായി മടക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ആദ്യം ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇത് ഒരു പ്രാവശ്യം താഴേക്ക് മടക്കുക. അതിനുശേഷം ഈ മുകളിൽ വരുന്ന ഭാഗം സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം മടക്കിയ ഭാഗം ഒന്നുകൂടി താഴേക്ക് മടക്കുക. എന്നിട്ട് ബാലൻസുള്ള ഈ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മടക്കിയ ഒരു സൈഡിലെ അത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോവില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ബാഗിൽ ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് ബാഗിൽ ഒരുപാട് സ്പേസ് കിട്ടും. അതുപോലെ തന്നെ കബോർഡ്സിലാണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. ഇനി അടുത്ത ഒരു രീതി കൂടി നോക്കാം എങ്ങനെയാണ് മടക്കുന്നതെന്ന്. നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ ജീൻസ് ആദ്യം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ഈ ബട്ടൺ അകത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ കാലിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ചുരുട്ടി കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ചുരുട്ടി കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ജീൻസ് മടക്കുകയാണെങ്കിൽ നമുക്ക് കബോർഡിൽ നന്നായി ഒതുക്കി വെക്കാനും പറ്റും, ഒരുപാട് സ്ഥലവും ലാഭിക്കാം. ഇനി അതിനുശേഷം നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ തലയിൽ ഇടുന്ന ബണ്ണൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. കട്ടിയുള്ള ജീൻസിനേക്കാളിലും കട്ടി കുറഞ്ഞ ജീൻസൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കട്ടിയുള്ള ജീൻസ് ആണെങ്കിൽ നമുക്ക് ചുരുട്ടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്തൊരു രീതിയും കൂടെ പറഞ്ഞുതരാം. ഇത് ജീൻസ് നൂത്തിട്ടിട്ട് ഇതിൻ്റെ ഒരു കാലിൻ്റെ ഭാഗം ഇതുപോലെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. അതേ അളവിൽ തന്നെ മറ്റേ കാലിൻ്റെ ഭാഗവും ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഇത് രണ്ടായിട്ട് മടക്കിയെടുക്കുക. ജീൻസ് കഴുകിയിട്ട ശേഷം ഉണങ്ങി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ജീൻസ് ചുരുണ്ടു പോകാതെ ഇരിക്കും. ഇപ്പം ഞാനൊരു 3 രീതി കാണിച്ചില്ലേ, ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു രീതിയിൽ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കബോർഡിൽ നല്ല സ്പേസും കിട്ടും, നല്ല വൃത്തിയായിട്ടും ഇരിക്കും. ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുന്നത് തന്നെ നമുക്ക് കാണാനൊരു ഭംഗിയാണ്. നമുക്ക് ഒരു ജീൻസ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അല്ലാണ്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജീൻസ് എടുക്കാൻ വേണ്ടി എല്ലാ ജീൻസും കൂടെ പുറത്ത് വാരിയിട്ട് എടുക്കേണ്ടി വരും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണ് കുക്കർ. നമുക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ കുക്കർ എങ്ങനെയൊക്കെ നമുക്ക് സേഫായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും എല്ലാവരുടെയും ഒരു പരാതിയാണ്
കുക്കറിൽ വിസിൽ വരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ വാഷർ വലുതാണ്, അങ്ങനെയൊക്കെയുള്ള പരാതികൾ എല്ലാവരും പറയാറുണ്ട്. അപ്പം നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഹോളിൽ കൂടെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ ഹോളിൽ ഒന്നും ഫുഡിൻ്റെ വേസ്റ്റ് ഇല്ലെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിൽ നന്നായിട്ട് വിസിൽ വരികയും ചെയ്യും. ആ കുക്കർ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നോക്കുക നമ്മുടെ കുക്കർ സേഫ് ആണോ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. ഈ ഒരു സമയത്ത് വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്താ ഉള്ളത് അത് മാറ്റിയെടുത്തിട്ട് മാത്രമേ കുക്കർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ അല്ലെങ്കിൽ സൂചിയൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഈ ഹോളിലേക്കൊന്ന് കുത്തി നോക്കുക. ഈ സൈഡിലൊക്കെ ഹോളില്ലേ അതിലെല്ലാത്തിലും ഒന്ന് കുത്തി നോക്കുക. എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് അത് പുറത്തേക്ക് വന്നോളും. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. കൂടുതലും നമ്മൾ ഈ അരി വെക്കുമ്പോഴും അല്ലെ പൊടിയരി വെക്കുമ്പോഴും ഒക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ കുക്കറിൻ്റെ വെയിറ്റ് ഇല്ലേ, അത് നമ്മൾ കഴുകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഊരി കഴുകാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ അഴുക്കുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും അടഞ്ഞിരിക്കാൻ ചാൻസ് വരും. അപ്പോൾ അതും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഈ ഒരു റബ്ബർ ഗ്യാസ്കറ്റ് ഇല്ലേ, അത് നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വലിച്ചൊന്നും കഴുകാൻ പാടില്ല, ഇത് വലിഞ്ഞു പോകും. നമ്മൾ ധൃതിയിലൊക്കെ കഴുകുന്ന സമയത്ത് ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ വലിച്ച് തന്നെ കഴുകും. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് അതൊന്ന് കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ലൂസാണെങ്കിൽ നമ്മൾ ഇത് ഒരു ദിവസം ഇങ്ങനെയൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റബ്ബർ ഗ്യാസ്കറ്റ് കുക്കറിൽ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം കുക്കറിൻ്റെ ഗ്യാസ്കറ്റ് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ നെയിൽ കട്ടർ കൊണ്ടുള്ളതാണ്. നമ്മൾ നെയിൽ കട്ടർ എപ്പോഴും യൂസ് ചെയ്യില്ലേ, അപ്പം നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ നെയിൽ കട്ടറിൽ നിന്ന് നെയിൽ തെറിച്ച് പോയിട്ട് നമ്മൾ അതെല്ലാം വാരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് പോവും. അതൊക്കെ നമ്മൾ വാരാൻ വേണ്ടി നടക്കേണ്ടി വരും. അങ്ങനെ തെറിച്ച് പോവാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇനി പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ബ്രൗൺ ടേപ്പ് ഉണ്ടാകാറില്ലേ, അത് ഈ നെയിൽ കട്ടറിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. ഇനിയൊന്ന് നെയിൽ കട്ട് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ കട്ട് ചെയ്തുവാണെങ്കിൽ ഈ നെയിൽ എങ്ങോട്ടും തെറിച്ച് പോയില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് കിടക്കും. അല്ലെങ്കിൽ ഈ ടേപ്പിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെയിൽ കട്ട് ചെയ്ത ശേഷം നമുക്കത് തൂക്കാനോ അല്ലെങ്കിൽ എല്ലായിടത്തും പോയി പെറുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, നെയിൽ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ടേപ്പ് ഇളക്കി കൊടുത്താൽ മതി. ഈ നെയിലെല്ലാം ഈ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് ടേപ്പ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത തവണ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയുമായി തീർച്ചയായിട്ടും കാണണം. അതുവരെ എല്ലാവർക്കും ബൈ.